എല്ലാവരും സുഖമായിട്ടിരിക്കുന്നോ? നന്നായിട്ട് ക്ലാസ്സുകളെല്ലാം നന്നായിട്ട് ഫോളോ ചെയ്യുക, നോട്ട്സൊക്കെ പ്രിപ്പയർ ചെയ്യുക കേട്ടോ. അപ്പോൾ നമുക്കിനി അടുത്ത ടോപ്പിക്കിലോട്ട് കിടക്കാം. നമ്മുടെ മൊഡ്യൂളിൻ്റെ ലാസ്റ്റ് പോർഷനിലോട്ട് പോവുകയാണ്. നാനോ മെറ്റീരിയൽസ്. നമുക്ക് എല്ലാവർക്കും ഫെമിലിയർ ആയിട്ടുള്ള ടേമാണ് നാനോ മെറ്റീരിയൽസ് എന്താണെന്നുള്ളത്. നാനോ ആ വേർഡ് എപ്പോഴും നമ്മൾ യൂസ് ചെയ്യുന്നതാണ്. അപ്പോൾ നാനോ മെറ്റീരിയൽസ് ആർ ദി മെറ്റീരിയൽസ് whose characteristic length scale lies within nanometric range in at least one dimension. എന്ന് പറഞ്ഞാൽ നാനോ മെറ്റീരിയൽസ്, ഒരു പാർട്ടിക്കിളിനെ നാനോ പാർട്ടിക്കിളായിട്ട് കാണണമെങ്കിൽ അല്ലെങ്കിൽ ഒരു മെറ്റീരിയലിനെ നാനോ മെറ്റീരിയൽ എന്ന് പറയണമെങ്കിൽ ഏതെങ്കിലും ഒരു ഡയമെൻഷനിലെങ്കിലും അത് നാനോ സൈസിലായിരിക്കണം. നാനോ സൈസ് എന്നിവിടെ ഉദ്ദേശിക്കുന്നത് 1 to 100 നാനോമീറ്റർ ആണ്. അതാണ് നാനോ സൈസ്. ഇനി എന്താണ് 1 നാനോമീറ്റർ എന്ന് പറഞ്ഞാൽ എന്തോരം വരും? 1 നാനോമീറ്റർ മീൻസ് 1 നാനോമീറ്റർ ഈസ് 1 ബില്യൺത്ത് ഓഫ് എ മീറ്റർ. 1 ബില്യൺ മീൻസ് 10⁹9. 10⁹9 10 × 10 × 10 × 10 അതൊരു 100 കോടിയോളം വരും. അപ്പോൾ ഒരു മീറ്ററിനെ നമ്മൾ ഈ 1 ബില്യൺ ആയിട്ട് അല്ലെങ്കിൽ 10⁹9 ടൈംസ് ഡിവൈഡ് ചെയ്താൽ അതിൽ വരുന്ന ഒരു ഡിവിഷനാണ് ഒരു നാനോമീറ്റർ. അപ്പോൾ എത്ര സ്മോൾ ആണെന്നുള്ളത് നമുക്ക് ഇമാജിൻ ചെയ്യാവുന്നതേ ഉള്ളൂ. ഓക്കെ, 1 നാനോമീറ്റർ മീൻസ് 1 ബില്യൺത്ത് ഓഫ് എ മീറ്റർ. അപ്പോൾ എന്താണ് നാനോ മെറ്റീരിയൽ എന്ന് പറഞ്ഞാൽ? നാനോ മെറ്റീരിയൽസ് ആർ ദി മെറ്റീരിയൽസ് whose characteristic length scale lies within nanometric range in at least one dimension. ഏതെങ്കിലും ഒരു ഡയമെൻഷനിലെങ്കിലും നാനോ സ്കെയിലിൽ വന്നു കഴിഞ്ഞാൽ അതിനെയാണ് നമ്മൾ നാനോ മെറ്റീരിയൽസ് എന്ന് പറയുക. ഇനി നമുക്ക് ഇവിടെ പഠിക്കേണ്ട കാര്യങ്ങളെന്ന് പറഞ്ഞാൽ ഇപ്പോൾ എന്താണ് നാനോ മെറ്റീരിയൽ എന്ന് ഏകദേശം മനസ്സിലായി. ഇനി നമുക്ക് ക്ലാസിഫിക്കേഷൻ ഓഫ് നാനോ മെറ്റീരിയൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സെക്ഷനാണ്. ക്ലാസിഫിക്കേഷൻ ഓഫ് നാനോ മെറ്റീരിയൽസ്. നാനോ മെറ്റീരിയൽസ് ക്യാൻ ബി ക്ലാസിഫൈഡ്. ഫസ്റ്റ് ക്ലാസിഫിക്കേഷൻ ഈസ് ബേസ്ഡ് അപ്പോൺ ദി നമ്പർ ഓഫ് ഡയമെൻഷൻസ് വിച്ച് ആർ നോട്ട് കൺഫൈൻഡ് വിത്തിൻ ദ നാനോമെട്രിക് റേഞ്ച്. നമ്മൾ ആദ്യമേ പറഞ്ഞിരുന്നു അറ്റ്ലീസ്റ്റ് 1 ഡയമെൻഷൻ എങ്കിലും നാനോമെട്രിക് റേഞ്ചിൽ വന്നാൽ മതിയെന്ന്. എത്ര ഡയമെൻഷൻ നാനോമെട്രിക് റേഞ്ചിന് ഔട്ട്സൈഡ് ആണ് എന്നതിനെ ബേസ് ചെയ്തിട്ടാണ് നമ്മുടെ ഫസ്റ്റ് ക്ലാസിഫിക്കേഷൻ വരുന്നത്. അപ്പോൾ ക്ലാസിഫിക്കേഷൻ ഓഫ് നാനോ മെറ്റീരിയൽസ് നമ്പർ 1, this classification is based upon the number of dimensions which are not confined within the nanometric range. എത്ര ഡയമെൻഷൻ നാനോമെട്രിക് റേഞ്ചിന് ഔട്ട്സൈഡ് ആണ്. അപ്പോൾ these are classified into first one 0 dimension, 1 dimension, 2 dimension and 3 dimension. ഇത്രയുമാണ് അതിനകത്ത് വരിക. 0 dimension means all the dimensions are within the nanometric range. അതാണ് 0 dimension എന്ന് ഉദ്ദേശിക്കുന്നത്. എന്ന് പറഞ്ഞാൽ നാനോമെട്രിക് റേഞ്ചിന് ഔട്ട്സൈഡ് ആയിട്ട് ഒറ്റ ഡയമെൻഷൻ പോലും ഇല്ല. അപ്പോൾ അതിനൊരു എക്സാമ്പിൾ എന്ന് പറഞ്ഞാൽ നാനോ പാർട്ടിക്കിളാണ്. ഒരു നാനോ പാർട്ടിക്കിൾ എടുത്താൽ എല്ലാ ഡയമെൻഷനും നോക്കിയാലും അത് നാനോ റേഞ്ചിലാണ്. അപ്പോൾ നമ്മൾ ക്ലാസിഫിക്കേഷൻ ഓഫ് നാനോ മെറ്റീരിയൽസ് ആണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഫസ്റ്റ് ക്ലാസിഫിക്കേഷൻ ഇസ് ബേസ്ഡ് അപ്പോൺ നമ്പർ ഓഫ് ഡയമെൻഷൻസ് വിച്ച് ആർ നോട്ട് കൺഫൈൻഡ് വിത്തിൻ ദ നാനോമെട്രിക് റേഞ്ച്. ഫസ്റ്റ് വൺ വരുന്നത് 0 ഡയമെൻഷൻ അല്ലെങ്കിൽ 0D എന്ന് പറയും. ഇവിടെ എല്ലാ ഡയമെൻഷൻസും നാനോമെട്രിക് റേഞ്ചിൽ തന്നെയാണ് വരുന്നത്. ഏത് ലെങ്ത് വൈസ് നോക്കിയാലും ബ്രെഡ്ത്ത് വൈസ് നോക്കിയാലും ഏത് ഡയമെൻഷനിൽ നോക്കിയാലും നാനോ സൈസിൽ തന്നെയാണ് വരുന്നതെങ്കിൽ ദാറ്റ് ഈസ് നോൺ ആസ് 0 ഡയമെൻഷൻ. ഓക്കെ, അതിന് എക്സാമ്പിൾ നാനോ പാർട്ടിക്കിൾസ്. ഒരു നാനോ പാർട്ടിക്കിൾ എടുത്താൽ എല്ലാ ഡയമെൻഷനിലും അത് നാനോമെട്രിക് റേഞ്ചിൽ തന്നെ ആയിരിക്കും. ദെൻ നെക്സ്റ്റ് 1 ഡയമെൻഷൻ 1D എന്ന് പറയും. Here, one of the dimension is outside the nanometric range and the other 2 dimensions are within the nanometric range. അപ്പോൾ പേരിൽ എന്താ സൂചിപ്പിക്കുന്നത്? എത്ര ഡയമെൻഷൻ നാനോമെട്രിക് റേഞ്ചിന് ഔട്ട്സൈഡ് ആണെന്നുള്ളതാണ്. അപ്പോൾ 1 ഡയമെൻഷൻ 1D മീൻസ് ഒരു ഡയമെൻഷൻ നാനോമെട്രിക് റേഞ്ചിന് ഔട്ട്സൈഡ് ആണ്, മറ്റ് 2 ഡയമെൻഷൻസും നാനോമെട്രിക് റേഞ്ചിൽ തന്നെയാണ് വരിക. ഓക്കെ, one of the dimension is outside the nanometric range and the other 2 dimensions are within the nanometric range. എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നാനോ വയേഴ്സ്, നാനോ ഫൈബേഴ്സ്, അതൊക്കെയാണ് എക്സാമ്പിൾ കൂടെ നിങ്ങൾ ഓർത്ത് വയ്ക്കണം. നാനോ വയർ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു ഡയമെൻഷൻ ഔട്ട്സൈഡ് ദ നാനോമെട്രിക് റേഞ്ച് ആണെങ്കിലും മറ്റ് 2 ഡയമെൻഷൻസ് വിതിൻ ദ നാനോമെട്രിക് റേഞ്ച് ആണ്. ദെൻ തേർഡ് വൺ 2 ഡയമെൻഷൻ അല്ലെങ്കിൽ 2D. Here 2 dimensions are outside the nanometric range and 1 dimension is within the nanometric range. അതിന് എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നാനോ ഫിലിംസ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ ഇതിന് എക്സാമ്പിൾ ആണ്. ഇനി നെക്സ്റ്റ് ലാസ്റ്റ് വരുന്നത് 3 ഡയമെൻഷൻ അല്ലെങ്കിൽ 3D. ഹിയർ ഓൾ ദി 3 ഡയമെൻഷൻസ് ആർ ഔട്ട്സൈഡ് ദ നാനോമെട്രിക് റേഞ്ച്. ഇതിന് എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ ബണ്ടിൽസ് ഓഫ് നാനോ വയേഴ്സ്, ബണ്ടിൽസ് ഓഫ് നാനോ ഫൈബേഴ്സ് എന്നൊക്കെ നമുക്ക് എക്സാമ്പിൾ ആയിട്ട് കൊടുക്കാം. അപ്പോൾ ഇത്രയുമാണ് ഡയമെൻഷനെ ബേസ് ചെയ്തിട്ടുള്ള ക്ലാസിഫിക്കേഷൻ. ബേസ്ഡ് അപ്പോൺ ദ നമ്പർ ഓഫ് ഡയമെൻഷൻസ് വിച്ച് ആർ നോട്ട് കൺഫൈൻഡ് വിത്തിൻ ദ നാനോമെട്രിക് റേഞ്ച് ദേ ആർ ക്ലാസിഫൈഡ് ഇൻടു 1 ഡയമെൻഷൻ, 0 ഡയമെൻഷൻ, 1 ഡയമെൻഷൻ, 2 ഡയമെൻഷൻ ആൻഡ് 3 ഡയമെൻഷൻ. എല്ലാത്തിനും എക്സാമ്പിളും ഓർത്തിരിക്കുക. ആ പേരിൽ വരുന്നത് എന്താണോ അത്രയും ഡയമെൻഷൻസ് ഔട്ട്സൈഡ് ദ നാനോമെട്രിക് റേഞ്ച് ആണെന്ന് ഓർത്തിരിക്കുക. ഓക്കെ,
Then next വരുന്നത് based upon the material. First classification is based upon the dimension. Then second classification is based upon the material. First one, carbon based nanomaterial. First classification is carbon based nanomaterial. ടെക്സ്റ്റ് വളരെ ക്ലിയർ ആയിട്ട് തന്നെ കിടപ്പുണ്ട്, അതുകൊണ്ടാണ് ഞാൻ നോട്ടൊന്നും നിങ്ങൾക്ക് കാണിക്കാത്തത്. ജസ്റ്റ് ഞാൻ പറയുന്നത് മാത്രം കേൾക്കുക, അതിനുശേഷം നിങ്ങൾ ടെക്സ്റ്റിൽ നോക്കുക. അപ്പോൾ ഫസ്റ്റ് ബേസ്ഡ് അപ്പോൺ ദ മെറ്റീരിയൽ ദേ ആർ ക്ലാസിഫൈഡ് ഇൻ ടു ഫസ്റ്റ് വൺ കാർബൺ ബേസ്ഡ് നാനോ മെറ്റീരിയൽ. അപ്പോൾ നമ്മൾ ക്ലാസിഫിക്കേഷൻ ബേസ്ഡ് ഓൺ മെറ്റീരിയൽ ആണ് പറഞ്ഞുകൊണ്ടിരുന്നത്. ഫസ്റ്റ് വൺ കാർബൺ ബേസ്ഡ് നാനോ മെറ്റീരിയൽ. ഇൻ ദിസ് ക്ലാസിഫിക്കേഷൻ the material is made up of the nano material is made up of pure carbon. കാർബണിൻ്റെ നാനോ പാർട്ടിക്കിൾ കൊണ്ടാണ് ഉണ്ടാക്കപ്പെട്ടിരിക്കുന്നത്. ദാറ്റ് ഈസ് നോൺ as carbon based nano material. First one is carbon based nano material. These are made up of carbon nano particle. Example, carbon nano tubes, ഫുള്ളറി, ഇതെല്ലാം മേഡപ്പ് ഓഫ് കാർബൺ ആണ്. ഇത് കാർബൺ ബേസ്ഡ് നാനോ മെറ്റീരിയലിന് എക്സാമ്പിളാണ്. പിന്നെ second one, metal based nanomaterial. This nanomaterial is made up of metallic nanoparticle. ഏതെങ്കിലും മെറ്റൽ ഉണ്ട്, ഗോൾഡ് അതുപോലെ സിൽവർ അതുപോലെയുള്ള, അല്ലെങ്കിൽ ഏതെങ്കിലും മെറ്റൽ ഓക്സൈഡ്സ്, പല മെറ്റൽ ഓക്സൈഡ്സും നാനോ സൈസിലുള്ളതാണ്. അപ്പോൾ ഇതാണ് മെറ്റാലിക് നാനോ പാർട്ടിക്കിൾസിൽ വരിക. ഫസ്റ്റ് കാർബൺ ബേസ്ഡ് നാനോ മെറ്റീരിയൽ, ദെൻ മെറ്റൽ ബേസ്ഡ് നാനോ മെറ്റീരിയൽ, രണ്ടും മനസ്സിലായി കാണും. ദെൻ തേർഡ് വൺ എന്താണ്, നാനോ കോമ്പോസിറ്റ്സ്. ദീസ് ആർ ആക്ച്വലി മിക്സ്ചേഴ്സ് ഓഫ് സെവറൽ നാനോ പാർട്ടിക്കിൾസ് ഓർ നാനോ കോമ്പൗണ്ട്സ്. നാനോ സൈസിലുള്ള പാർട്ടിക്കിൾസിൻ്റെ അല്ലെങ്കിൽ നാനോ സൈസിലുള്ള കോമ്പൗണ്ട്സിൻ്റെ മിക്സ്ചേഴ്സ് ആണ് ആക്ച്വലി നാനോ കോമ്പോസിറ്റ്സ് എന്ന് ഉദ്ദേശിക്കുന്നത്. നാനോ കോമ്പോസിറ്റ്സ്. പിന്നെ വരുന്നത് നാനോ പോളിമേഴ്സ്. ഫോർത്ത് വൺ ഈസ് നാനോ പോളിമേഴ്സ്. അതിന് വേറൊരു പേരുകൂടിയുണ്ട്, ഡെൻഡ്രിമേഴ്സ് എന്ന് വിളിക്കും. നാനോ പോളിമേഴ്സ് വേണമെങ്കിൽ ഷോർട്ട് ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിക്കാമെന്നാണ്, പക്ഷേ ഇതുവരെ ചോദിച്ചിട്ടൊന്നുമില്ല. നാനോ പോളിമേഴ്സ് ഓർ ഡെൻഡ്രിമേഴ്സ്. നാനോ സൈസ്ഡ് പോളിമേഴ്സ് ആർ നോൺ as നാനോ പോളിമേഴ്സും ഉണ്ട് നാനോ സൈസിലുള്ളത്. അപ്പോൾ നാനോ സൈസ്ഡ് പോളിമേഴ്സ് ആർ നോൺ as ഡെൻഡ്രിമേഴ്സ്. പിന്നെ ഒന്ന് രണ്ട് കാര്യങ്ങളും കൂടെ അവിടെ ഓർത്തിരിക്കേണ്ടത്, ദീസ് ആർ കേജ് ലൈക്ക് മോളിക്യൂൾസ് ഹാവിങ് വെൽ ഡിഫൈൻഡ് ക്യാവിറ്റീസ്. കൃത്യമായിട്ടുള്ള ക്യാവിറ്റീസ് ഉള്ള ഒരു കേജ് ലൈക്ക് മോളിക്യൂൾസ് ആണിത്. ഇതിൻ്റെ ഏറ്റവും വലിയ ആപ്ലിക്കേഷൻ എന്ന് പറഞ്ഞാൽ ഡ്രഗ് ഡെലിവറിക്ക് വേണ്ടിയിട്ട് മെഡിക്കൽ ഫീൽഡിലാണ് കൂടുതലായിട്ടും ഈ നാനോ പോളിമേഴ്സ് അല്ലെങ്കിൽ ഡെൻഡ്രിമേഴ്സ് യൂസ് ചെയ്യുന്നത്. പിന്നെ വരുന്നത് എന്താണ്, ബയോളജിക്കൽ നാനോ മെറ്റീരിയൽസ് ആണ്. ലാസ്റ്റ് ക്ലാസിഫിക്കേഷനിൽ വരുന്നത് ബയോളജിക്കൽ നാനോ മെറ്റീരിയൽസ്. ദീസ് നാനോ മെറ്റീരിയൽസ് ആർ ഓഫ് ബയോളജിക്കൽ ഒറിജിൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ ബയോളജിക്കലി ഇതുള്ള, അതായത് DNA ഒക്കെയാണ് ഇതിന് എക്സാമ്പിളായിട്ട് വരുന്നത്. ഇതൊക്കെ നാനോ സൈസിലുള്ള പാർട്ടിക്കിൾസ് തന്നെയാണ്. അതിൻ്റെ പ്രോപ്പർട്ടീസ് എന്തൊക്കെയാണ്, സെൽഫ് അസംബ്ലി പ്രോപ്പർട്ടീസ്, സ്പെസിഫിക് മോളിക്കുലർ റെക്കഗ്നീഷൻ, ഇതെല്ലാം നമ്മൾ ബയോളജിയിൽ +1 +2 ക്ലാസ്സുകളിലൊക്കെ ബയോളജി പഠിച്ചവരാണെങ്കിൽ തന്നെ 10th പോലും പഠിച്ചിട്ടുണ്ട്. അപ്പോൾ ബയോളജിക്കൽ നാനോ മെറ്റീരിയൽസ് എന്ന് പറഞ്ഞാൽ ബയോളജിക്കലി ഒറിജിൻ അങ്ങനെയുള്ളതാണ് ബയോളജിക്കൽ നാനോ മെറ്റീരിയൽസ്. അപ്പോൾ ക്ലാസിഫിക്കേഷൻ ബേസ്ഡ് ഓൺ മെറ്റീരിയൽ ആണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത്. കാർബൺ ബേസ്ഡ് നാനോ മെറ്റീരിയൽ, മെറ്റൽ ബേസ്ഡ് നാനോ മെറ്റീരിയൽസ്, നാനോ കോമ്പോസിറ്റ്സ്, നാനോ പോളിമേഴ്സ് ആൻഡ് ബയോളജിക്കൽ നാനോ മെറ്റീരിയൽസ്. ഓക്കെ, നമ്മൾ ക്ലാസിഫിക്കേഷൻ ഓഫ് നാനോ മെറ്റീരിയൽസ് കഴിഞ്ഞു. ഇനി നമുക്ക് വേണ്ടത് സിന്തസിസ് ഓഫ് നാനോ മെറ്റീരിയൽസ് ആണ്. നാനോ മെറ്റീരിയൽസ് എങ്ങനെ സിന്തസൈസ് ചെയ്യാം. There are several physical methods and also several chemical methods for the synthesis of nanomaterials. നമുക്ക് ഫിസിക്കൽ മെത്തേഡ്സ് ഒന്നും നമ്മുടെ സിലബസിലില്ല. അപ്പോൾ കെമിക്കൽ മെത്തേഡ്സ് മാത്രമാണ് നമുക്ക് സിലബസിലുള്ളത്. കെമിക്കൽ മെത്തേഡ്സിൽ തന്നെ മെയിൻലി there are 2 methods. First one is 2 chemical methods. First one is ഹൈഡ്രോളിസിസ് ആൻഡ് സെക്കൻഡ് വൺ ഈസ് റിഡക്ഷൻ. ഈ 2 കെമിക്കൽ മെത്തേഡ്സ് ആണ് നാനോ മെറ്റീരിയൽസ് സിന്തസൈസ് ചെയ്യാനായിട്ടാണ് യൂസ് ചെയ്യുന്നത്. ഏതൊക്കെയാണ്? ഹൈഡ്രോളിസിസ് ആൻഡ് റിഡക്ഷൻ. ഹൈഡ്രോളിസിസ്, അതിൽ നമുക്ക് വേണ്ടത് usually metallic nanoparticles, metal oxides are usually prepared using hydrolysis of their corresponding alkoxide solution or from their corresponding salt. ഏതെങ്കിലും ഒരു മെറ്റൽ ഓക്സൈഡിൻ്റെ നാനോ മെറ്റീരിയൽ സിന്തസൈസ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ആ മെറ്റലിൻ്റെ തന്നെ ഒന്നുകിൽ ഏതെങ്കിലും ഒരു സോൾട്ട് സൊല്യൂഷനോ അതല്ലാന്നുണ്ടെങ്കിൽ അതിൻ്റെ കറസ്പോണ്ടിങ് ആൽക്കോക്സൈഡ് സൊല്യൂഷനോ യൂസ് ചെയ്യാം. അപ്പോൾ ഹൈഡ്രോളിസിസ് വഴി മെയിനായിട്ട് മെറ്റൽ ആൽക്കോക്സൈഡ് സൊല്യൂഷനിൽ നിന്ന് കറസ്പോണ്ടിങ് മെറ്റൽ ഓക്സൈഡ് നാനോ സൈസിലുള്ള മെറ്റൽ ഓക്സൈഡ് പ്രിപ്പയർ ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഫസ്റ്റ് വൺ ഈസ് ഹൈഡ്രോളിസിസ്. This is a chemical method for synthesizing nano material and nano-sized metal oxides are usually prepared by the hydrolysis of their corresponding alkoxide solution. Alkoxide എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അറിയായിരിക്കും, ആൽക്കൈൽ ഗ്രൂപ്പ് എന്ന് റെപ്രസെൻറ്റ് ചെയ്യുന്നത് ക്യാപിറ്റൽ R. ആൽക്കോക്സൈഡ് എന്ന് പറഞ്ഞാൽ OR ആണ്. OH ഗ്രൂപ്പ് ആൽക്കഹോളിൻ്റെ ഫങ്ഷണൽ ഗ്രൂപ്പ്, ഹൈഡ്രോക്സി ഗ്രൂപ്പ് അത് OR ആകുമ്പോൾ അതാണ് ആൽക്കോക്സി ഗ്രൂപ്പ് ആവുന്നത്.
അപ്പോൾ കറസ്പോണ്ടിങ് ആൽക്കോക്സൈഡ് സൊല്യൂഷനെ ഹൈഡ്രോളൈസ് ചെയ്ത് നമുക്കിത് പ്രിപ്പയർ ചെയ്യാം. ദിസ് മെത്തേഡ് ഇൻവോൾവ്സ് two types. It consists of two types. First one is hydrothermal പ്രോസസ്സ്. ഹൈഡ്രോതെർമൽ പ്രോസസ്സ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ ഹൈഡ്രോളിസിസ് നടത്തുമ്പോൾ യൂസ് ചെയ്യുന്ന സോൾവെൻ്റ് വാട്ടർ ആണെങ്കിൽ വെരി ഹൈ ടെമ്പറേച്ചറിലാണ് വെരി ഹൈ പ്രഷറിലുമാണ് നമ്മൾ ഈ പ്രോസസ്സ് നടത്തുന്നതെങ്കിൽ, അതായത് സ്റ്റീൽ ബോംബ്, നിങ്ങൾ ബോംബ് കലോറിമീറ്റർ പ്ലസ് 1 പഠിച്ചതാണ്, ഇനി നമുക്ക് വീണ്ടും പഠിക്കാനുള്ളതാണ്. ഈ ബോംബിൽ നമ്മൾ ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ സോൾവെൻ്റ് വെരി ഹൈ ടെമ്പറേച്ചറിൽ ഹീറ്റ് ചെയ്യുന്നു, 100 ഡിഗ്രി മുതൽ 1000 ഡിഗ്രി സെൽഷ്യസ് വരെ വെരി ഹൈ ടെമ്പറേച്ചറിൽ ഹീറ്റ് ചെയ്യുമ്പോൾ അവിടെ പ്രഷറും ഇതുപോലെ തന്നെ 1 അറ്റ്മോസ്ഫിയർ മുതൽ 1000 അറ്റ്മോസ്ഫിയർ വരെ വരാൻ സാധ്യതയുണ്ട്. അങ്ങനെ വെരി ഹൈ ടെമ്പറേച്ചറിലും വെരി ഹൈ പ്രഷറിലും വാട്ടർ സോൾവെൻ്റ് ആയിട്ട് യൂസ് ചെയ്ത് ഏതെങ്കിലുമൊക്കെ മെറ്റൽ ഓക്സൈഡിൻ്റെ നാനോ പാർട്ടിക്കിൾ സിന്തസൈസ് ചെയ്യുന്നുണ്ടെങ്കിൽ അതാണ് ഇവിടെ നമ്മൾ പറഞ്ഞത് ഹൈഡ്രോതെർമൽ സിന്തസിസ്. അപ്പോൾ ഇവിടെ നമുക്ക് പ്രത്യേക ജോമെട്രിയിലുള്ള നാനോ പാർട്ടിക്കിൾസ് പ്രിപ്പയർ ചെയ്തെടുക്കാനായിട്ടും ഈ മെത്തേഡ് യൂസ്. അപ്പോൾ നമ്മൾ സിന്തസിസ് ഓഫ് നാനോ മെറ്റീരിയൽസ് ആണ് പറഞ്ഞുകൊണ്ടിരുന്നത്. കെമിക്കൽ മെത്തേഡ്സ്, 2 കെമിക്കൽ മെത്തേഡ്സിൽ ആദ്യത്തെ ഹൈഡ്രോളിസിസ് ആണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത്. ഹൈഡ്രോളിസിസ് എന്താണെന്നും അതിൽ വരുന്ന 2 ഡിവിഷൻ വരുന്നുണ്ട്. ഒന്ന് ഹൈഡ്രോതെർമൽ സിന്തസിസ്, അത് നമ്മൾ ഓൾറെഡി കണ്ടു. ഇനി സെക്കൻഡ് വൺ സോൾ ജെൽ മെത്തേഡ് എന്ന് പറയും. സോൾ ജെൽ മെത്തേഡ് അത് മാത്രമായിട്ടും ഒരു ഷോർട്ട് ക്വസ്റ്റ്യൻ ആണ്. സോൾ ജെൽ മെത്തേഡ്, അതായത് സോൾ എന്താണ്, ജെൽ എന്താണ്, നമ്മൾ സർഫസ് കെമിസ്ട്രിയിൽ പഠിച്ചിട്ടുണ്ട്. രണ്ടും കൊളോയിഡ്സ് ആണ്. സോൾ ഈസ് എ കൊളോയിഡൽ സിസ്റ്റം ഇൻ വിച്ച് സോളിഡ് പാർട്ടിക്കിൾസ് ആർ ഡിസ്പേഴ്സ്ഡ് ഇൻ ലിക്വിഡ്. അപ്പോൾ സോൾ ജെൽ മെത്തേഡ് ചോദിച്ചാൽ നമ്മൾ ആദ്യം സോൾ എന്താണ്, ജെൽ എന്താണെന്നാണ് പറയേണ്ടത്. സോൾ ഈസ് എ കൊളോയിഡൽ സിസ്റ്റം ഇൻ വിച്ച് സോളിഡ് പാർട്ടിക്കിൾസ് ആർ ഡിസ്പേഴ്സ്ഡ് ഇൻ ലിക്വിഡ്. ജെൽ ഈസ് എ കൊളോയിഡൽ സിസ്റ്റം ഇൻ വിച്ച് ലിക്വിഡ് ഡ്രോപ്ലെറ്റ്സ് ആർ ഡിസ്പേഴ്സ്ഡ് ഇൻ സോളിഡ്. നേരെ തിരിച്ചു വരും. സോൾ എന്ന് പറഞ്ഞാൽ സോളിഡ് ഡിസ്പേഴ്സ്ഡ് ഇൻ ലിക്വിഡ്, ജെൽ എന്ന് പറഞ്ഞാലോ ലിക്വിഡ് പാർട്ടിക്കിൾസ് ഡിസ്പേഴ്സ്ഡ് ഇൻ സോളിഡ്. രണ്ടും കൊളോയിഡാണ്. ഇപ്പോൾ നമ്മൾ തൊട്ട് മുകളിൽ പറഞ്ഞ കാര്യം, അതായത് ഹൈഡ്രോളിസിസ് നടത്തി ഹൈഡ്രോതെർമൽ സിന്തസിസ് വഴി മെറ്റൽ ആൽക്കോക്സൈഡിനെയൊക്കെ ഹൈഡ്രോളൈസ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് സോളിൻ്റെ ഫോമിലാണ്. ദിസ് സോൾ മേ കണ്ടെയ്ൻ സെവറൽ ഇമ്പ്യൂരിറ്റീസ്. പല ഇമ്പ്യൂരിറ്റീസ് ഉണ്ടാകാൻ സാധ്യതയുള്ളതുകൊണ്ട് ഇതിനെ നമ്മൾ എന്ത് ചെയ്യുന്നു, ജെല്ലാക്കി മാറ്റുന്നു. അപ്പോൾ കൺവേർഷൻ ഓഫ് സോൾ ഇൻറ്റു ജെൽ, അതാണ് ആക്ച്വലി എന്തെന്ന് പറയുന്നത് സോൾ ജെൽ മെത്തേഡ് എന്ന് പറയുന്നത്. ഇവിടെ എങ്ങനെയാണ് ജെല്ലാക്കി മാറ്റുന്നത്? ബൈ ചേഞ്ചിങ് ദ ടെമ്പറേച്ചർ ആൻഡ് pH എന്ന് മാത്രമേ നമുക്കിവിടെ മെൻഷൻ ചെയ്യേണ്ടതുള്ളൂ. pH ചേഞ്ച് ചെയ്ത് ടെമ്പറേച്ചർ ചേഞ്ച് ചെയ്ത് നമുക്ക് സോളിനെ ജെല്ലാക്കി കൺവേർട്ട് ചെയ്യാം. ജെല്ലാക്കി കഴിഞ്ഞാൽ നമ്മളതിനെ പ്യൂരിഫൈ ചെയ്ത് ഫിൽറ്റർ ചെയ്ത് മാറ്റിയെടുക്കുന്നു. അപ്പോൾ സോൾ ജെൽ മെത്തേഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ശരിക്കും എന്തിൻ്റെ കണ്ടിന്യൂഷനാണ്? ഹൈഡ്രോളിസിസ് വഴി നമുക്ക് കിട്ടുന്ന, അതായത് നമ്മുടെ നാനോ മെറ്റീരിയൽ പ്രിപ്പയർ ചെയ്യാൻ വേണ്ടിയിട്ട് ഹൈഡ്രോളൈസ് ചെയ്യുമ്പോൾ നമുക്ക് എങ്ങനെ കിട്ടുക? സോളിൻ്റെ ഫോമിലാണ് കിട്ടുക. അതിന് ടെമ്പറേച്ചർ pH ഒക്കെ ചേഞ്ച് ചെയ്ത് നമ്മൾ എന്താക്കി മാറ്റുന്നു? ജെല്ലാക്കി മാറ്റുന്നു. എന്തിനാണ് ജെല്ലാക്കി മാറ്റുന്നത്? സോളിൽ സെവറൽ ഇമ്പ്യൂരിറ്റീസ് ഉള്ളതുകൊണ്ട് ഇമ്പ്യൂരിറ്റീസിനെ റിമൂവ് ചെയ്യാനായിട്ട് ജെല്ലാക്കി മാറ്റിയിട്ട് അതിനെ നമ്മൾ ഫിൽറ്റർ ചെയ്ത് മാറ്റുന്നു. അപ്പോൾ ഇതാണ് സോൾ ജെൽ മെത്തേഡ്. വാട്ട് ഈസ് സോൾ ജെൽ മെത്തേഡ് എന്ന് ചോദിക്കാറുണ്ട്. സോൾ ജെൽ മെത്തേഡ് ഏതിൽ വരുന്നതാണ്? നാനോ മെറ്റീരിയൽസിൻ്റെ സിന്തസൈസിൽ വരുന്നതാണ്. അപ്പോൾ ഫസ്റ്റ് സിന്തസിസ് കഴിഞ്ഞു. ഏതാണ്? ഹൈഡ്രോളിസിസ്. ഹൈഡ്രോളിസിസ് പറയുമ്പോൾ ഏതൊക്കെ പറയണം? ഹൈഡ്രോതെർമൽ പ്രോസസ്സും പറയണം, സോൾ ജെൽ മെത്തേഡും പറയണം. ഇനി നമ്മൾ രണ്ടാമത്തെ മെത്തേഡിലോട്ട് കിടക്കുകയാണ്, റിഡക്ഷൻ. 2 കെമിക്കൽ മെത്തേഡ്സ് ആണ് നമ്മുടെ സിലബസിലുള്ളത് നാനോ മെറ്റീരിയൽ സിന്തസൈസ് ചെയ്യാനായിട്ട്. ഒന്ന് ഹൈഡ്രോളിസിസ്, രണ്ടാമത്തേത് റിഡക്ഷൻ. റിഡക്ഷൻ്റെ അകത്ത് നമുക്ക് 2 ഡിവിഷൻസ് വരുന്നുണ്ട്. റിഡക്ഷൻ യൂസിങ് റെഡ്യൂസിങ് ഏജന്റ്, രണ്ടാമത്തേത് ഇലക്ട്രോ റിഡക്ഷൻ. റിഡക്ഷൻ എന്ന് പറഞ്ഞാൽ എന്താ നമുക്ക് എല്ലാവർക്കും അറിയാം. റെഡ്യൂസിങ് ഏജൻറ്റ്സ് യൂസ് ചെയ്ത് നമുക്ക് റിഡക്ഷൻ നടത്താം. അപ്പോൾ അതാണ് നമ്മുടെ ആദ്യത്തേത് വരിക, റിഡക്ഷൻ യൂസിങ് റെഡ്യൂസിങ് ഏജന്റ്. സോഡിയം ബോറോഹൈഡ്രേറ്റ്, അസ്കോർബിക് ആസിഡ്, ഇങ്ങനെയുള്ള ഏത് റെഡ്യൂസിങ് ഏജൻറ്റ്സ് വേണമെങ്കിലും നമുക്കിവിടെ യൂസ് ചെയ്യാം. ഇതാണ് റിഡക്ഷൻ യൂസിങ്. അപ്പോൾ നമ്മൾ നാനോ മെറ്റീരിയൽസിൻ്റെ സിന്തസിസ് ആണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഹൈഡ്രോളിസിസ് കഴിഞ്ഞു, റിഡക്ഷൻ ആണ്. റിഡക്ഷൻ 2 രീതിയിൽ ഉണ്ടെന്ന് പറഞ്ഞു. റിഡക്ഷൻ യൂസിങ് റെഡ്യൂസിങ് ഏജന്റ്, അത് കൂടുതൽ എക്സ്പ്ലെയിൻ ചെയ്യേണ്ട കാര്യമില്ല. ഏതെങ്കിലും റെഡ്യൂസിങ് ഏജന്റ് ഉപയോഗിച്ചിട്ട് നമുക്ക് റിഡക്ഷൻ നടത്താം. റെഡ്യൂസിങ് ഏജന്റ് എന്നതിൻ്റെ എക്സാമ്പിൾ ഓർത്തിരിക്കുക. സോഡിയം ബോറോഹൈഡ്രേറ്റ് നമുക്കിവിടെ യൂസ് ചെയ്യാം. അതുപോലെ അസ്കോർബിക് ആസിഡ്, ഗ്ലൂക്കോസ്, ഇതെല്ലാം റെഡ്യൂസിങ് ഏജൻസ് ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാം. അതിലേതെങ്കിലും ഒരെണ്ണം, ഒരു പർട്ടിക്കുലർ കൊളോയിഡ്, ഒരു പർട്ടിക്കുലർ നാനോ മെറ്റീരിയൽ, എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ സിൽവർ നാനോ മെറ്റീരിയൽ, സിൽവർ നാനോ പാർട്ടിക്കിൾസ് ക്യാൻ ബി പ്രിപ്പയർഡ് ബൈ can be prepared by reduction. ഇവിടെ നമ്മൾ പ്രൊസീജിയർ പറയുകയാണെന്നുണ്ടെങ്കിൽ ഓൾമോസ്റ്റ് നമുക്ക് എങ്ങനെ പറയാം, ഒരു 60 ml ഓഫ് 1 millimolar സിൽവർ നൈട്രേറ്റ് സൊല്യൂഷൻ ഈസ് ടേക്കൺ ഇൻ എ ബീക്കർ. ഇറ്റ് ഈസ് കവേർഡ് വിത്ത് എ വാച്ച് ഗ്ലാസ്. നമ്മളൊരു 60 ml ആണ്, ജസ്റ്റ് പ്രൊസീജിയർ ആയതുകൊണ്ട് ഒരു മെഷർമെൻറ്റ് പറയുന്നതേ ഉള്ളൂ. 60 ml സിൽവർ നൈട്രേറ്റ് സൊല്യൂഷൻ ബീക്കറിൽ എടുക്കുന്നു, വാച്ച് ഗ്ലാസ് വെച്ച് നന്നായിട്ട് കവർ ചെയ്യുന്നു. ദെൻ ഇറ്റ് ഈസ് അലൗഡ് ടു ഹീറ്റ്. നന്നായിട്ട് ഹീറ്റ് ചെയ്യുന്നു. ടു ദ ബോയിലിംഗ് സൊല്യൂഷൻ
10 ml of 6 ml of 10 millimolar sodium citrate is added. അപ്പോൾ അതിൻ്റെ അകത്തേക്ക് തിളച്ചുകൊണ്ടിരിക്കുന്ന സൊല്യൂഷനകത്തേക്ക് എന്ത് ആഡ് ചെയ്യണം? ഒരു 6 ml ഡൈസോഡിയം സിട്രേറ്റ് ആഡ് ചെയ്യണം. നന്നായിട്ട് ഇളക്കിക്കൊണ്ട് വേണം ആഡ് ചെയ്യാനായിട്ട്, വളരെ സ്ലോ ആയിട്ട് വേണം ആഡ് ചെയ്യാനായിട്ട്, അബൌട്ട് 1 drop per second എന്നുള്ള രീതിയിൽ വേണം ആഡ് ചെയ്യാനായിട്ട്. ദെൻ ഇറ്റ് ഈസ് അലൗഡ് ടു കൂൾ ചെയ്ത് കഴിയുമ്പോൾ എന്ത് ഫോം ചെയ്യും? ദിസ് സൊല്യൂഷൻ ഈസ് ചേഞ്ച് ടു ലൈറ്റ് ഗോൾഡൻ കളർ. അപ്പോൾ നമുക്ക് അതിനുള്ളിൽ നാനോ പാർട്ടിക്കിൾ ഫോം ചെയ്ത് വന്നിട്ടുണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ റെഡ്യൂസിങ് ഏജൻറ്റ് യൂസ് ചെയ്തിട്ടുള്ള നാനോ മെറ്റീരിയലിൻ്റെ സിന്തസിസിന് പറയാനുള്ളത്. സിൽവറിൻ്റെ നാനോ പാർട്ടിക്കിൾ നമുക്ക് എങ്ങനെ സിന്തസൈസ് ചെയ്ത് എടുക്കാമെന്നും, സിൽവർ നൈട്രേറ്റ് സൊല്യൂഷനാണ് എടുക്കേണ്ടതെന്നും, സിൽവർ നൈട്രേറ്റ് സൊല്യൂഷൻ നന്നായിട്ട് ബോയിൽ ചെയ്തുകൊണ്ടിരിക്കുന്നതിലേക്ക് ഡ്രോപ്പ് ബൈ ഡ്രോപ്പ് ആയിട്ട് ഡൈസോഡിയം സിട്രേറ്റ് ആഡ് ചെയ്ത് കൊടുക്കുന്നു. എന്നിട്ട് കൂൾ ചെയ്ത് കഴിഞ്ഞ് സൊല്യൂഷൻ ഒരു ലൈറ്റ് ഗോൾഡൻ കളർ ആകുമ്പോഴേക്കും നമുക്ക് അതിനുള്ളിൽ സിൽവറിൻ്റെ നാനോ പാർട്ടിക്കിൾ പ്രിപ്പയർ ചെയ്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് രണ്ടാമത്തെ റിഡക്ഷനിൽ തന്നെ വരുന്ന രണ്ടാമത്തെ കാര്യം ഇലക്ട്രോ റിഡക്ഷനാണ്. ആ പേരിൽ തന്നെയുണ്ട്, ഇലക്ട്രോളിസിസ് ആണ് ഇവിടെ ചെയ്യുന്നത്. ഇലക്ട്രിസിറ്റി ഉപയോഗിച്ചുകൊണ്ട് റെഡ്യൂസ് ചെയ്യുന്നു. ഇതിന് വേണ്ടിയിട്ട് നമുക്ക് കോപ്പറിൻ്റെ നാനോ പാർട്ടിക്കിൾസ് ആണ് ഈ രീതിയിൽ നമ്മൾ സിന്തസൈസ് ചെയ്യുക. അതാണ് കോപ്പർ നാനോ പാർട്ടിക്കിൾ. കോപ്പറിൻ്റെ നാനോ പാർട്ടിക്കിൾ സിന്തസൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ചെയ്യേണ്ടത്, കോപ്പർ സൾഫേറ്റ് സൊല്യൂഷൻ ഒരു വലിയ ഒരു കണ്ടെയ്നറിനുള്ളിൽ എടുക്കുന്നു. അത് ആ കണ്ടെയ്നർ എങ്ങനെയായിരിക്കണം? കോപ്പർ പ്ലേറ്റഡ് ആയിരിക്കണം. കോപ്പർ പ്ലേറ്റഡ് കണ്ടെയ്നറിൽ കോപ്പറിൻ്റെ സൊല്യൂഷൻ എടുക്കുന്നു, 2 ഇലക്ട്രോഡ്സ് ഡിപ്പ് ചെയ്ത് വെക്കുന്നു. കുറച്ച് സമയം കഴിയുമ്പോഴേക്കും കോപ്പറിൻ്റെ നാനോ പാർട്ടിക്കിൾസ് കാഥോഡിൽ സ്പോഞ്ചി ലെയർ ആയിട്ട് വന്ന് ഡിപ്പോസിറ്റ് ചെയ്യും. അപ്പോൾ ഇതാണ് ഇലക്ട്രോ റിഡക്ഷൻ. അപ്പോൾ സിന്തസിസ് ഓഫ് നാനോ പാർട്ടിക്കിൾസ് ചോദിച്ചാൽ ഹൈഡ്രോളിസിസ് ആൻഡ് റിഡക്ഷൻ ആണ് വേണ്ടത്. റിഡക്ഷനിൽ